ഇവരെ സ്ഥിതി ഇപ്പൊ എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. ആരുടെയാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF ഇല്ലേ, ഇവരിപ്പോ എന്താണ് മൂക്കിനനുസരിച്ച് കുറുമ്പക്കായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ അടിയിലേക്ക് പോവാണ് ഇവർക്ക് ഒരു സ്ഥാനാർത്ഥിനെ ഇറക്കപ്പെടുന്നത് സൃഷ്ടിക്കുന്നത്. അത് നിങ്ങൾ വരി എന്ന് പറഞ്ഞിട്ട് അയാളെ വീട്ടിൽ പോയി വിളിച്ച് പാവത്തിനെല്ലാം പാടി അനാക്കാക്കി കൊണ്ടുവന്ന് കല്ലായിൽ കൊണ്ടുവന്ന് എന്താണ് ആ സാധനം ഞങ്ങൾക്ക് കാണണ്ട. ആ ചങ്ങാതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ സ്ഥാനാർത്ഥിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താണ്? അയാൾക്ക് വോട്ടുണ്ടോ ഇല്ലേ ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു പ്രസ്ഥാനമാണെങ്കിൽ ഇന്ന് ഈ സ്ഥിതി ഇവിടെ സംഭവിക്കുമോ? ആ ഒരു വ്യക്തി മാത്രമല്ല, ഇനിയിപ്പോൾ ഒന്ന് ബിനു മാത്രം നമുക്ക് ഒഴിവാക്കാം. 16-ാം വാർഡിലെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത പ്രശ്നം എന്താ? ബിന്ദു എന്താണ്? ബിന്ദു അല്ലേ? ബിന്ദുവിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ് ഉണ്ടത്. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളോ കാര്യങ്ങളോ നയങ്ങളോ ഇല്ലാതെ കാലിലടിയിലെ മണ്ണിങ്ങനെ ഒലിച്ച് പോവാണ്. അതുകൊണ്ട് നിങ്ങളെ ശാപം എന്താന്ന് പറയാം? 92 നിങ്ങൾക്ക് സംഭവിച്ച ആ ശാപം നിങ്ങളെ ഒരിക്കലും വിടൂല. അത് മനസ്സിലാക്കിക്കോളി. 92-ലെ ശാപം? 92 ബാബരി മസ്ജിദിന്റെ ശാപം തന്നെ. ബാബരി മസ്ജിദിന്റെ ശാപം തന്നെ പറയുന്നത്. ആ ശാപം നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകൂല. അത് ഏതൊരു മതേതരത്തെ കോട്ടം പറ്റിച്ചാൽ അനുഭവിച്ചേ തീരുള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങളെ കൂട്ടത്തിലുള്ള അത് വിരാൻ വെച്ച ചെമ്പിന് കാവ കച്ച ടീമാണ് ആര്? ലീഗാരി. ഓരിക്കെന്ത് രാവ്, ഓരിക്കെന്ത് പകല്, ഇതൊന്നും ഓരിക്കില്ല. ഏത് കുറേ ആ കൊടി പിടിച്ച് കഴിഞ്ഞാൽ എന്താണ്? വാസിബ ആ കൊടി പിടിച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ സ്വർഗത്തിലേക്ക് പോവും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നടത്തുന്നത്.